ഹലോ, നീ എവിടെയാടി? ഞാൻ വീട്ടില്. എടി, എനിക്ക് ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എന്ത് ഹെൽപ്പ്? പറഞ്ഞോളൂ. ഞാനേ ഇവിടെ എറണാകുളത്ത് ഒരു ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്തായിടാ അത്? മെയ് 1 ആയോണ്ട് പണിമുടക്കല്ലേ. ആണോ? അപ്പൊ ഇന്റർവ്യൂ നാളത്തേക്ക് മാറ്റി വെച്ച്. ഓ, ഇന്ന് എനിക്ക് പാലക്കാട് തൃശ്ശൂരൊന്നും പോവാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു ദിവസത്തേക്ക് താമസിക്കാൻ വീട് വല്ലതും സെറ്റ് ആക്കി തരാൻ പറ്റുമോ? എന്ത് ചോദ്യം മോളെ, ഇങ്ങോട്ട് കേറി പോര്. എങ്ങോട്ട്? എന്റെ വീട്ടിലോട്ട്. നിന്റെ വീട് എവിടെയാ? എടി, ഞാനേ ഇവിടെ കാക്കനാട്. കാക്കനാടോ? കാക്കനാടെന്ന് പറഞ്ഞ ആ പൊളിഞ്ഞ പാലത്തിന്റെ ഒക്കെ അവിടെ എവിടെയെങ്കിലും? ഞാനൊരു ലൊക്കേഷൻ അയച്ചു തരാം, നീ ഊബർ വിളിച്ച് ഇങ്ങോട്ട് പോര്. ആ, ശരി ശരി, താങ്ക് യു. ഓക്കെ, സെറ്റ്. നമുക്ക് അടിച്ചു പൊളിക്കാം. അടിച്ചു പൊളിക്കാനോ? അതിനൊന്നും സമയം ഉണ്ടാവും തോന്നില്ല, നാളെ ഇന്റർവ്യൂ. നിന്റെ പഠിപ്പിച്ച സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ലല്ലേ? ശരി ശരി. പൊളിക്കും. അയ്യേ, ഞാൻ മധുരം ഇട്ടില്ലായിരുന്നു. അല്ല, മിണ്ടാതെ വന്ന് നിൽക്കുന്ന. അല്ല, ആന്റിനെ കാണാൻ ഭയങ്കര ഭംഗി. ഓ, രാവിലെ സുഖിപ്പിച്ചങ്ങ് ഇറങ്ങിയിരിക്കുവോ? എന്നാ കാര്യം? അല്ല, പുതിയ ചുരിദാറാണോ? ഇതൊരു 2 വർഷമായിട്ട് ഇവിടെ അലമാരി ഇരുന്ന തുണിയാ. ഞാനത് ഇന്നലെ എടുത്ത് തയ്ച്ചു. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഈശോയെ, എനിക്ക് വേണ്ടി ഒരെണ്ണം തയ്ക്കാൻ ആന്റിക്ക് തോന്നിയില്ലല്ലോ. തുണി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നീ ഇങ്ങനത്തെ ചുരിദാറൊന്നും അല്ലല്ലോ, ഏതൊരു ഇമാതിരി കോലം കെട്ടലല്ലേ കാണിക്കണത്. ഭയങ്കര സെൽഫിഷ് ആട്ടോ. പിന്നെ സെൽഫിഷ്. ഇതെടുത്ത് എനിക്ക് ബനിയൻ അടിച്ചു തരാൻ പറ്റുമോ? സാരില്ല, ഞാനൊരു ചുരിദാർ ആന്റിക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. സത്യം? സത്യം. വരുമ്പോ കണ്ടോ? പിന്നെ അതെ, ഞാനേ ഒരു കാര്യം ചെയ്യട്ടെ. എന്താ മോളെ? അതായത് ഞാനല്ല, ഒരു പെൺകുട്ടി ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് നിൽക്കാണ്. അയ്യോ, ആന്റിയോട് ഒരു ഹെൽപ്പ് ചോദിക്കാണ്. എവിടാ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? അല്ല, ഞാൻ പറയണേക്ക്. ആന്റി ഹെൽപ്പ് ചെയ്യോ ഇല്ലയോ? ഓ, സങ്കല്പിച്ചാല് പിന്നെ ഹെൽപ്പ് ചെയ്യണ്ടേ? നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ. ഒരാളിപ്പോ ഒരു അപകടത്തിൽപ്പെട്ട് നിൽക്കുവാണെങ്കിൽ നമുക്കത് കണ്ടില്ലെന്ന് വെച്ച് നടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് എന്റെ ആന്റി. എനിക്കറിയായിരുന്നു ആന്റി ഇങ്ങനെ എന്നെ ചെയ്യത്തുള്ളൂ. നമ്മൾ ഇച്ചിരി മനസാക്ഷിയുള്ളവരായിപ്പോയില്ലേ മോളെ? ഇന്നല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ആന്റിന്റെ കൂടെ ഇങ്ങനെ പറ്റിക്കൂടി നിൽക്കണത്. എനിക്ക് ഇങ്ങനെ നന്മ പഠിക്കണം ആന്റിന്റെ കൂടെ നിന്നിട്ട്. അതെ, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്നേ, ആര്യ നമ്പൂതിരി. അവളെ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ട് പെട്ടുപോയി. ഇന്ന് ഇന്റർവ്യൂ നടന്നില്ല. മെയ് ദിനായത് കാരണം ഇന്റർവ്യൂ നാളത്തേക്ക് മാറ്റി വെച്ചു. അവൾക്കാണെങ്കിൽ തിരിച്ച് തൃശ്ശൂർക്ക് പോകാനും വയ്യ, കയ്യിൽ കാശും ഇല്ല. അപ്പൊ എന്നെ വിളിച്ച് ചോദിച്ചു, എടി ഞാൻ പെട്ടിരിക്കുകയാണ്, എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് കയറി പോന്നോളൂ, ഇവിടെ ഒരു കുഴപ്പമില്ല, ഇത് എൻ്റെ വീട് തന്നെയാണെന്ന് പറഞ്ഞു. ചുമ്മാതല്ല, റൂട്ട് വന്ന വഴി ഇപ്പോഴല്ലേ മനസ്സിലായി. ചാലിട്ടതായിരുന്നല്ലേ? അല്ല, ഇപ്പൊ എന്താ അവളോട് ഞാൻ വരാൻ പറഞ്ഞ സ്ഥിതിക്ക് വന്നോട്ടല്ലേ? എന്റെ നിത്യമോളെ, നിനക്ക് എന്തിന്റെ കേടാ? സകല വള്ളിക്കെട്ടും പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നോളുമല്ലോ. ഇത് എന്നത്തിന്റെ കേടാ? ഇവിടെ 2 ആമ്പിള്ളേരുള്ളതാ. നീ ഒരാൾ നിൽക്കുന്ന തന്നെ ഞാൻ ആദ്യം പിടിച്ചാ നിൽക്കുന്ന. അപ്പൊ വേണ്ട വേറൊരു തന്നെ കൊണ്ട് ഇങ്ങോട്ട്. ഇനി ഈ 2 പെമ്പിള്ളേര് 2 ആമ്പിള്ളേര് നാട്ടുകാരറിഞ്ഞ എന്നാ പറയും? അല്ലാണ്ട് ഇവിടെ 2 ആമ്പിള്ളേരുണ്ടെന്ന് വെച്ചാൽ നമ്മളെന്താ അവന്മാരൊക്കെ റേപ്പ് ചെയ്യോ? ആന്റി എന്താ ഈ പറയണ? ആന്റി എന്താ ഇത്ര ചെറുതായിട്ട് ചിന്തിക്കണേ? എനിക്ക് അതാ മനസ്സിലാവാത്ത. ഈ ആന്റി ചിന്തിക്കണതല്ല, നാട്ടുകാർ അതും ഇതും പറഞ്ഞുണ്ടാക്കും. നിനക്കൊരു കുഴപ്പമില്ല. നീ ഇവിടെ നിൽക്കുമ്പോ, ഇവിടെ കിടക്കുമ്പോ നിനക്ക് നിന്റെ വീട്ടിലോട്ട് പോകാം. ഇവിടെ പിന്നെ ജീവിക്കേണ്ടത് ഞാനാ. കണ്ടോ? ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഞാൻ എന്റെ അമ്മേനെയും അച്ഛനെയൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് ആന്റിനോടുള്ള സ്നേഹം കൊണ്ട്, അല്ലാണ്ട് എനിക്ക് വീടില്ല എന്നിട്ടല്ലാന്ന് ആന്റിക്ക് അറിയാലോ. ആന്റിക്ക് മക്കളില്ലാത്തതല്ലേ ഞാനൊരു മോളെ പോലെ കാണുന്ന. ഞാൻ വിചാരിച്ച ആയിക്കോട്ടെ, ഞാൻ ജന്മത്തിലേക്കോട്ട് വരത്തില്ല. എന്തോ നിത്യമോളെ പറഞ്ഞു പോകുന്നത്? ഞാൻ എന്നാ പറഞ്ഞ അതിന്? ഇത് കൊള്ളാമല്ലോ, വിളിച്ചോണ്ട് വാ. സത്യം. നീ പിന്നെ ഇങ്ങനെ ഇവിടെ നലയ്ക്കുമ്പോ പിന്നെ എനിക്ക് എന്നാലേ ഞാൻ ആളെങ്ങനെയാ മോളെ? സൂപ്പർ. ആന്റിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവളെ കണ്ടുകഴിഞ്ഞാൽ ഒരു നാടൻ കുട്ടിയാ. ഇവിടെ ഇരിക്കണ ആ തല തെറിച്ചവന്മാരുണ്ടല്ലോ, അവളെ കണ്ടു കഴിഞ്ഞാല് നന്നായി പോകും. അത്രക്കും നല്ലതാ അവള്. അവളുടെ ഉരുണ്ട് കയറാൻ ചേരിലെടുത്ത് കേട്ടോ. എന്റെ ആന്റി അവള് ഡീസന്റ് ആണ്, നല്ല തറവാട്ടില് ജനിച്ചതാണെന്ന്. അല്ല, ജീവനാണെങ്കിലേ ഇങ്ങനെ ഈ മോശ സ്വഭാവമുള്ള പെമ്പിള്ളേരൊന്നും ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാ. എന്തൊരഭിപ്രായം ജീവനെ കുറിച്ച് ഇതൊക്കെ കേൾക്കുമ്പോഴാണ്. 2 പിള്ളേരും നല്ലത് തന്നെ. എനിക്ക് അവരെ എന്റെ മക്കളെ പോലെ പറയുന്നില്ല. വിളിച്ചോണ്ട് വാ, നീ ആരെയാന്ന് വെച്ചാ. ഓ, ഇങ്ങനെ ഒരു പെണ്ണ്.
കിരണേ കിരണേ ഇല്ലാത്തുമില്ല. ഇത് എവിടെ പോയി കിടക്കണോ? നീ രാവിലെ എണീറ്റ് ആ ഫോണിലൊന്ന് വിളിച്ചു നോക്കാം. അതും സ്വിച്ച് ഓഫാ. വല്ല കട്ടിലിന്റെ മടിയിലുമില്ല. അതിൻ്റെ അത്ര ബാഗ് കാണുന്നില്ല. അവൻ അതും കൊണ്ടുപോയാ? ഷേടാ, അയ്യോ. സിഗരറ്റും കുപ്പിയും കൊണ്ടുപോയിട്ടില്ല, അങ്ങനെ ആശ്വസിക്കാം. ഇവൻ വാടക തരാതിരിക്കാൻ മുങ്ങിയത് തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. ആൻറ്റിയോട് ചോദിച്ചു നോക്കാം. എന്നാ ചൂടാ എൻ്റെ ഈശ്വരാ, ചത്തുപോകും. അതിനകത്ത് വെള്ളമൊന്നും ഇല്ല. നീ എന്നെ ഈ തുറന്നു നോക്കുന്നേ? അതെ, കിരണിനെ കണ്ടായിരുന്നോ? കിരൺ ഈ ഫ്രിഡ്ജിലും കബോർഡിലുമാണോ ഇരിക്കുന്നത്? അതല്ല, അവന് ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോൾ അവന് കൂടെ ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ആളെ കണ്ടില്ല. അയ്യോ, പിന്നെ ചെറുക്കൻ എങ്ങോട്ട് പോയി? ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. എൻ്റെ ഭർത്താവേ, ചിലപ്പെങ്കിൽ അവൻ വല്ല നടക്കാൻ പോയിട്ടുണ്ടാവും അല്ലേ? അഞ്ചനെ പേടിപ്പിക്കാനായിട്ട്. അല്ല, രാവിലെ കഴിക്കാൻ ഇഡലിയാന്നല്ലേ പറഞ്ഞു ഇന്ന്? അല്ല, അവൻ്റെ ഇഡലിയാണെങ്കിലും ഞാൻ കഴിച്ചോളാം. രണ്ടെണ്ണം കൂടുതൽ കഴിക്കാമല്ലോ. ഇഡലിയാകുമ്പോൾ വിളിക്കണേ. ഇല്ലടാ, അവൻ്റെ ഇടയിൽ നിനക്ക് തന്ന പിന്നെ നിന്റെ ഇടയിൽ ഞാൻ ആർക്ക് കൊടുക്കും? അത് ഞാൻ കഴിച്ചോളാം. അവന് കൊടുക്കാം. എല്ലാം ഉണ്ട് പുഷ്പയ്ക്ക് എന്ന ചിലതില്ല. എന്തായിരിക്കും ഇല്ലാത്ത? ഇവൻ ഹലോ ഇവിടെ നീ എവിടെയായിരുന്നു ഇത്ര നേരം? എത്ര പ്രാവശ്യം വിളിച്ചു നിന്നെ? എന്തു പറ്റി? വീട്ടിൽ ഇന്നലെ രാത്രി അച്ഛൻ വിളിച്ചു. അച്ഛൻ വിളിച്ചാ? അച്ഛൻ എന്തു പറ്റി? വീട്ടില് മറ്റേ സ്വത്ത് ബാധിക്കണമെന്ന് പറഞ്ഞ് പ്രശ്നം. ചേട്ടന്മാർക്ക് മുട്ടിനില്ല. ഞാൻ ചെന്നില്ലെങ്കിൽ ആളുകൾ 16 സെന്റ് ഈ ചേട്ടന്മാർക്കൊന്നും കൂടി എടുത്തോണ്ട് പോകും. ഞാൻ ആരാവും? എന്നാ നിനക്കത് പറഞ്ഞിട്ട് പോവാൻ പാടില്ല. ബാക്കിയുള്ള ടെൻഷൻ അടിച്ചു. അയ്യോ കുട്ട, ഇന്നലെ രാത്രി ഞാൻ നിന്നെ 2 പ്രാവശ്യം വിളിച്ചു. ഒച്ചാരണമായിരിക്കും, നീ കേട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, വിളിച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. തോന്നില്ല? അതങ്ങനെയാണല്ലോ, അത് അങ്ങനെയും വരൂ. എന്നാ അതെ, ഞാൻ വരാൻ ചിലപ്പോ ഒരു 2-3 ദിവസം കഴിയുമായിരിക്കും. 2 ദിവസം കഴിയും? എന്റെ വാടക ഞാൻ കൊടുത്തേക്കട്ടോ. വാടകേ എന്റെ എവിടെ നടാ കാശ്? നോ മണി നോ പണി, അതാണല്ലോ നമ്മുടെ അവസ്ഥ. കൊടുക്കളിയാ. എടാ, എന്നാ ആ സ്ഥലമൊക്കെ വീതം വെച്ച് കഴിയുമ്പോ കുറച്ചങ്ങ് വിറ്റിട്ട് നീ കുറച്ച് കാശ്. സ്ഥലം വെക്കുന്നില്ല, ഇച്ചിരി പ്ലാൻ ഉണ്ട്. എന്ത്? ഒരു കല്യാണം നോക്കണം. അപ്പൊ നിത്യ കല്യാണം കിടക്കുന്ന കാര്യം പറഞ്ഞേ. ആണോ? എന്നാ നമുക്ക് വാടക കൊടുക്കാതെ ഇവിടെ താമസിക്കാല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ വാടക കൊടുക്കണ പോലെ. അതല്ലടാ, നമുക്ക് ഒരു സ്വാതന്ത്ര്യമായിട്ട് നീ എന്നെ ഒഴിവാക്കരുത് ആ സമയത്തിട്ടാ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെ. ആന്റി വോട്ട് ചെയ്യാൻ പോയോ? പിന്നെ ഞാൻ രാവിലെ വോട്ട് ചെയ്യാൻ പോയില്ലേ? നീ എന്നെ പോവാ? അയ്യേ, എനിക്കിഷ്ടല്ല എന്റെ കയ്യിൽ ആ കറുത്ത കുത്തെടുത്ത് കുത്തണ. വേറെ പണിയില്ല. അങ്ങനെ കുത്തുമ്പോഴല്ലേ കള്ളവോട്ട് ചെയ്യാതിരിക്കുന്നത്. ഓ പിന്നെ എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ഒരാളെ ഇഷ്ടമല്ല ഇവിടെയുള്ള. എൻ്റെ കൊച്ചെ, നമ്മുടെ സമ്മതിദാന അവകാശം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആർക്കാണേലും ചെയ്യണം, നമ്മൾ മാറി ചിന്തിക്കണം. ഇപ്പം ഇത്രയും നാളും കൊടുത്തവർക്ക് അവർ മോശമാണെന്ന് തോന്നിയാൽ നമ്മൾ വേറെ അടുത്ത ആളിനെ പരീക്ഷിക്കണം. എന്നാലും വോട്ട് കളയരുത്. ഞാൻ ഇന്ന് വരെ വോട്ട് കളഞ്ഞിട്ടില്ല. എല്ലാ വോട്ടും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഇപ്പൊ ഇവിടെയുള്ള ആർക്കും കൊടുക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോഴോ നോട്ട ചെയ്യണം. വെറുതെ എന്തിനാ ഈ പൊരിവേ? കിരണ് കിട്ടി. അവൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നീ ഞാൻ വിളിച്ച് മടുത്ത് പേടിച്ചു പോയി മനുഷ്യൻ. അല്ല, ഞാനും പേടിച്ചു. ഇവൻ രാവിലെ വന്നിട്ട് പറഞ്ഞ് കിരണിനെ കണ്ടില്ലെന്ന്. ഇപ്പൊ പറയുന്നു കിരണിനെ കിട്ടിയെന്ന്. ശരിക്കും ഇവന് വട്ടായതാണോ എനിക്ക് വട്ടായതാണോ? അതല്ല, ഞാൻ വിളിച്ചു. അല്ല, ഇത് രണ്ടും ആയിരിക്കത്തില്ല. അവൻ ഏതെങ്കിലും പെണ്ണിനെ തേച്ചിട്ടോ അല്ലെങ്കിൽ ആരുടെങ്കിലും പൈസ അട വാങ്ങിച്ചിട്ടോ മുങ്ങിയതായിരിക്കും. പിന്നെ അവൻ അത്രക്കാരൊന്നും അല്ല. എന്തിനാ ഇല്ലാത്തപ്പോ അവനില്ലാത്തപ്പോ അവന്റെ കുറ്റം പറയുന്നത് ഇങ്ങനെ? അവനാണെങ്കിൽ അവന്റെ വീട് ഭാഗം വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അവന്റെ അച്ഛൻ ഇന്നലെ രാത്രിയിലെ വിളിച്ചു പറഞ്ഞത്. അതാണ് നമ്മളോട് പോലും പറയാതെ അവൻ അങ്ങ് വിട്ടടിച്ചു പോയത്. അവന്റെ ചേട്ടന്മാരെ അവനില്ലെങ്കിൽ അവന്റെ ഭാഗം കൂടെ അങ്ങ് അടിച്ചു പറ്റും. അതെങ്ങനെയാ?
മക്കൾ 3 പേരാണെ 3 പേർക്കും തുല്യ അവകാശമല്ലേ കൊടുക്കുന്നത്. പക്ഷെ അവൻ്റെ ചേട്ടന്മാരെ അവനെ പോലെയല്ല, കുറച്ച് വേറെ മൂടാ. വളഞ്ഞ വഴിയുള്ള വളഞ്ഞ ആൾക്കാരാ. അതാണ് അവൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോഴേ അവൻ നമ്മളോട് പോലും പറയാതെ അങ്ങ് പേടിച്ചു. എന്തായാലും പോയത് നന്നായി, അല്ലെങ്കിൽ ഈ പൊട്ടൻ ചെറുക്കനെ പറ്റിച്ച് അവരെല്ലാം കൂടെ കൈക്കലാക്കിയാനായിരുന്നു. അല്ല അല്ല അല്ല, അവൻ വേറെ ഏതെങ്കിലും വീടിന്റെ ഭാഗം വെപ്പിന് കാണാൻ പോയതാണോ? കാണാനാ? അവന്റെ വീടിന്റെ എന്ന് പറഞ്ഞു കേട്ടില്ല ഇപ്പൊ. ഓ പിന്നെ മാങ്ങാത്തൊലിയാണ്.